ചിക്കൻ പിന്നെ എന്താ വെച്ചാൽ പുള്ളി ഉണ്ട് അത് കാണിക്കണ. അങ്ങനെ 3 കൊട ഉണ്ട് കേട്ടോ, 3 കൊട. അപ്പൊ നിങ്ങക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങക്ക് കൊട കിട്ടും. ഗൈസ് നമ്മള് യൂട്യൂബിൽ നിന്ന് കഷ്ടപ്പെട്ട് മേടിച്ച BMW ആണ്. അപ്പൊ നമുക്ക് അങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ, നമ്മുടെ TTA ഗാങ്ങിലത്തെ ഒരു പ്രധാന അംഗമായിട്ടുള്ള ഹരിയേട്ടന്റെ കല്യാണമാണെന്ന്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ആണ് ഞങ്ങൾ നേരെ സീതാർകുണ്ടിൽ പോണത്. സോ കല്യാണം കാര്യമായിട്ട് എടുക്കാൻ പറ്റിയില്ല, എങ്കിലും അതൊരു റീലൊക്കെ ആയിട്ട് ചെറിയ രീതിയിൽ ഇൻസ്റ്റയിലും അതേപോലെ തന്നെ യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, FBയിലും ഉണ്ട്. അപ്പൊ കുറെ പേര് നമ്മുടെ FB ഹാൻഡിലൊന്നും അറിഞ്ഞിട്ട് തന്നെ അല്ലേ, ആകെ 2 പേരാണ് അവിടെ കയറി ഇരുന്നിട്ടുള്ളത്. അപ്പൊ അതും കൂടി ഒന്ന് നോക്കുക. അപ്പൊ എന്താണ് കൊടുത്ത ഗിഫ്റ്റ് കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് റീലിലും കാര്യങ്ങളൊക്കെയാണ് അതിൽ കൂടുതലായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടന്നാലോ. ഇവിടുന്ന് ഞങ്ങൾ അധികം നേരം എടുത്തില്ല, നേരെ അവിടുന്ന് സ്കിപ്പ് ചെയ്ത് നേരെ സീതാർകുണ്ടിലേക്ക് പോവുകയാണ് ചെയ്തത്, അധികം നേരം കളയണ്ടെന്ന് വെച്ചിട്ട്. സോ ഇത് സ്റ്റേജിന്റെ മുകളിൽ എടുത്ത ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് നോക്കാം. Beautiful people, welcome to a brand new video of the Vathnekar. So today's video is all about ഞങ്ങൾ സീതാർകുണ്ട് പോവാണ്. ഹരി മാമയുടെ കല്യാണം കഴിഞ്ഞു. മാമയല്ല ശരിക്കും ഏട്ടനാണെങ്കിലും ഞങ്ങൾ മാമ എന്നാണ് വിളിക്കാറ്. അപ്പൊ മൂപ്പരെ കല്യാണം ഒക്കെ കഴിഞ്ഞു. അപ്പൊ ഞങ്ങൾ അവിടെ പോയിട്ട് വരികയാണ്. അവിടുന്ന് ഒരു പ്രോപ്പർ ഇതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല സമയത്തിന്റെ പരിമിതി മൂലം. അപ്പൊ നമ്മൾ ഇവിടുന്ന് നേരെ സീതാർകുണ്ട് പോവാണ്. അപ്പോ ബാക്കില് വേറെ വണ്ടി ഉണ്ട്, അർജുനൊക്കെ ഉണ്ട്, നമുക്ക് പോയി കണ്ടിട്ട് വരാം അല്ലേ. വണ്ടി ഇടിച്ചാലോ? സീതാർകുണ്ട് 1 മിനിറ്റ് ഇട്ടോ. ബാക്കിലുള്ള ബോഡിയോ? ഇവിടെ ഡെഡ് ബോഡിയും കൂടി ഇവര് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ നമുക്ക് പോവാം. വെറുതെ ഒരു ഒച്ചയും വിളിയൊക്കെ ഉണ്ടെങ്കിൽ രസം ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ ഓൾറെഡി വണ്ടിയിൽ പാട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇതിൽ കിട്ടിക്കഴിഞ്ഞ് കോപ്പിറൈറ്റ് കിട്ടും. കൊല്ലങ്കോട് വന്നപ്പോൾ മുന്നുണ്ടായിരുന്ന പോലെ ഒന്നല്ല, ആകെ വരണ്ടിട്ട് എന്തോ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. എന്തായാലും ഞങ്ങൾ സൈഡാക്കാൻ വിചാരിച്ചു, 2 ഫോട്ടോ ഒക്കെ എടുക്കാന്ന് വെച്ചു. അപ്പൊ ഇവിടെ എന്താ വെച്ചാൽ നല്ല വെയിലുണ്ട്. നമ്മൾ വന്ന ടൈം ഇങ്ങനത്തെയാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. വൈകുന്നേരം വരെ നിന്ന് കഴിഞ്ഞാൽ നല്ല ലേറ്റ് ആവും. പിന്നെ ഇപ്പൊ ഈ സമയത്ത് ഇതൊന്നുമില്ല. ഇതിപ്പോ ഏപ്രിൽ 30-ാം ഇന്ന് ഡേറ്റ്. ഇന്നത്തെ പാടത്തിന്റെ ലെവലാണ്. അതന്ന് ചെറിയ അസുഖമുള്ള ഫബിത എൻജോയ് ചെയ്യുന്നുണ്ട്. അടിപൊളി വെയിലാണ്. സോ നന്നായി അടിപൊളിയായിട്ട് ഇവിടെ എന്തൊക്കെയോ പാർക്കിംഗ് അത് എന്തൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പൊ ഈക്ക് ഓഫ് സീസൺ ആയിക്കൊണ്ടാ തോന്നുന്നു. ജൂണൊക്കെ ആയി കഴിഞ്ഞാൽ അടിപൊളിയാകും. ഇവിടെയൊക്കെ പച്ച കളറ് ഇതായിട്ട് നമ്മൾ ഒരു വട്ടം അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷെ വൈകുന്നേരം എന്തായാലും തിരക്കുണ്ടാവും. പക്ഷെ നല്ല സ്ഥലം കേട്ടോ, ഒരു തണുത്ത കാറ്റൊക്കെ ഉണ്ട്. ഒരു നേരിയ മഴയും ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷവും നല്ല തണുത്ത കാറ്റും ഇത്ര വെയിലുണ്ടെങ്കിലും ഒരു ചെറിയൊരു കാറ്റടക്കി വരുന്നുണ്ട്. എത്ര റുപ്യേ? 20. 5 റിച്ച് ആയിക്കൊണ്ട് 5 ടീച്ചറാണ് കേട്ടമ്മ. ഓക്കെ ബൈ. 5 തിന്നുള്ളൂ തന്നെ മേടിച്ചിട്ട്. സോ ആൽബിയേട്ടനും ഞാനും പാർക്കിങ്ങിന്റെ അവിടുത്തെ താത്തറയിൽ നിന്ന് കുട മേടിച്ചു. അവരൊന്നും കുട മേടിക്കാണ്ട് നടക്കുക. പക്ഷേ അപ്പത്തെ കുട വന്നു. എങ്ങനെ നമ്മളിതിന്റെ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. വെയിലാണല്ലേ? നന്നായുള്ളൂ. കുട എടുക്കാൻ വേണ്ടി എടുക്കാത്തല്ലേ, കുഴപ്പമില്ല. ശരി ശരി. 5 ശരിക്കും കുർബാന കഴിഞ്ഞിട്ട് ഞായറാഴ്ച ആയിരുന്ന പോലെ ഉണ്ട്. ഓക്കെ, നമുക്ക് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ എന്താ സെറ്റപ്പ് ഒക്കെ നോക്കട്ടെ. ഇവിടെ നേർ വഴി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അടിയിലേക്ക് കാണിച്ചിട്ടുണ്ട് അല്ലേ, നേർ വഴി വന്നിട്ട്. സോ ഇതെന്താ വെച്ചാൽ ബേസിക്കലി ഇവിടെ വന്നപ്പോൾ നല്ല ചൂടുണ്ട്. പക്ഷെ കൊല്ലങ്കോട് ഭാഗത്ത് നല്ല കാറ്റുണ്ടായിരുന്നു. ഇവിടെ കാറ്റ് ഒരെല്ല പോലും അനങ്ങണില്ല. ഓ അവിടെ കാറ്റുണ്ട്. അപ്പൊ ഇങ്ങോട്ട് എത്തുന്നത്. ഹേ ബ്യൂട്ടിഫുൾ പീപ്പിൾ, ഇവിടെ നമുക്ക് ഈ കൊട തന്നില്ലേ, ആളുടെ ഫ്ലെക്സ് ഒക്കെ വെച്ചു. സോ ഞങ്ങളുടെ ഭാഗ്യം ആലോചിച്ച് നോക്കില്ലേ.
ആ ഇവിടെ നല്ല തണുപ്പുണ്ട്. ഇവിടെ കുറച്ചേരി ഇരിക്കാറ് നമുക്ക്. ഇരുന്നാ പിന്നെ പോണ്ട വരില്ല. തിരിച്ചു വരുമ്പോ ഇരിക്കാം അല്ലേ. ഓ പട തന്നെ. ആൽബിയേട്ടാ നീ പൂവല്ലേ എന്റെ കൊടക്കാരാ. ഹായ് വർക്ക് ചെയ്യില്ല. ആ നമ്മളിവിടെ വന്നപ്പോ ഇതിന്റെ സൗണ്ട് കൂടിയിട്ടോ നല്ലോ പെട്ടെന്ന്. ആ അപ്പൊ നമ്മള് അപ്പൊ നമുക്ക് വഴി തെറ്റി നമ്മുടെ വേറെ അസിസ്റ്റന്റ് ആയി ഇപ്പൊ പുതിയത്. അപ്പൊ നമ്മളെന്താ വെച്ചാ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ടാണ് ഫബീനെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവത്തിന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ഇതിൽ വേറെ അഡ്മിഷൻ എടുക്കണില്ല കേട്ടോ. തൃക്കങ്കോടിന് മെല്ലെ ഇതിൽ കയറണമെന്നുണ്ടോ. ഞാൻ മലായ്മയിൽ എല്ലായിടത്തും പറഞ്ഞ കൊടെടുക്ക്, സ്ഥലം പാലക്കാട്. ഞാൻ എന്തിനാ നിങ്ങളോട് എടുക്കാൻ പറഞ്ഞു? ഞാൻ എടുക്കണ്ടല്ലോ വെച്ചിട്ട്. സ്ഥലം പാലക്കാടാണ്, ശ്രദ്ധിക്കണം. എടുത്തില്ല. അങ്ങനെ ഫൈനലി നമ്മള് സീതാർക്കുണ്ട്. എന്ത് പറഞ്ഞ കടകം അത് പോണ വഴിയില്. ആ ഒറ്റപ്പാലത്തിന്റെ മുന്നെയാണ്. ഇല്ല കിട്ടില്ല, ഈ നേരത്തെ കിട്ടില്ല. ഇല്ലടാ ഇല്ല, നോക്കാം. ഉച്ചക്ക് മാത്രം. അത് വേഗം കഴിയേ, നല്ല തിരക്കാ അവിടെ. അതിന്റെ ഉള്ളിലത്തെ മഞ്ഞില് അതിനല്ലേ നീ പറഞ്ഞതും? ആ അതല്ല, അത് ഞാൻ അങ്ങനെ സാധനം കേട്ടിട്ടൊന്നുമില്ല. ഇത് വെള്ളം വന്ന് ചാടുന്ന അവസാനത്തെ പോയിന്റാണ്. ഇതിന്റെ മുന്നേ കുറെ തട്ടായിട്ട് വേറെ സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ. എത്ര മനോഹരമായിട്ടാണ് ഇങ്ങനത്തെ സ്ഥലത്ത് വന്നിട്ട് പ്ലാസ്റ്റിക് കുപ്പിയും സ്നഗ്ഗിയും എല്ലാം കൂടി ഇട്ടെന്ന് കണ്ടു. അപ്പം ഞാനൊക്കെ ഇപ്പോൾ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് സ്റ്റീൽ കുപ്പി കൈ പിടിച്ചിട്ട് വീട്ടിൽ നിന്ന് തന്നെ വെള്ളം എടുത്ത് പോവുകയാണ്. എവിടുന്നെങ്കിലും കുപ്പി മേടിച്ചാൽ തന്നെ അവിടെ വെള്ളം അവിടുന്ന് ആ കുപ്പിയിലേക്കാണ് ഞാൻ നിറയ്ക്കാറുള്ളൂ. അല്ലാണ്ട് ഞാൻ സെപ്പറേറ്റ് പ്ലാസ്റ്റിക് കുപ്പി മേടിച്ച് നടക്കുന്ന പരിപാടി ഇപ്പം നിർത്തി. കണ്ടോ സ്നഗ്ഗികൾ. ഇതിപ്പോൾ കാലാകാലം അവിടെ തന്നെ കിടക്കും. അങ്ങനെ ഇതിലത്തെ ഈ ഓരോ ലിക്വിഡും കാര്യങ്ങളൊക്കെ താഴെ വല്ല വീട്ടുകാർ യൂസ് ചെയ്യുന്ന വെള്ളമാണെങ്കിൽ അങ്ങോട്ട് എത്തും. അങ്ങനെ ഫൈൻഡ് ചെയ്യാൻ അവരുടെ അടുത്തേക്ക് എത്തി. വെള്ളം മുണ്ടെടുത്തോണ്ട് തന്നെ നമ്മൾ അധികം ഇറങ്ങാൻ നിന്നില്ല. അപ്പൊ ജസ്റ്റ് കല്ലുകൂടെ പോയിട്ട് പോയിന്റിലേക്ക് മാത്രമാണ് ഞങ്ങള് ഫൈനലി വെള്ളച്ചാട്ടം. പക്ഷെ വെള്ളച്ചാട്ടം ഒന്നും ഇല്ല കേട്ടോ, ഫുള്ള് ഡ്രൈ ആയിട്ടിരിക്കുകയാണ് ഇപ്പൊ. എന്നാലും കുഴപ്പമില്ല, ഇവിടെ ചെറിയ തണുപ്പൊക്കെ ഉണ്ട് ഈ ഭാഗത്ത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ടും പോകണില്ല, നമ്മള് വീട്ടിൽ പോവാണ്. അപ്പൊ കുറച്ചു നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് പോകാനാണ് വിചാരിക്കുന്നത്. പക്ഷെ നല്ല സ്ഥലം കേട്ടോ, ഫ്രീ മസാജ്. മീൻ വന്നിട്ട് കാലൊക്കെ ടിക്കിളിയും, നമുക്ക് കൊട കിട്ടി. ഇങ്ങനെ കൊട കിട്ടി നല്ലതായിട്ടോ ആക്ച്വലി. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ അവിടുന്ന് സ്റ്റെപ്പ് ഇങ്ങനെ കയറി വന്നു ലൊക്കേഷനിലേക്ക് വന്നു. അവർക്ക് വരങ്ങിയാൻ എന്താ കുട്ടി എസ്തെറ്റിക്കാ? ഇതാണ്ടോ അങ്ങനത്തെ പാമ്പേഴ്സ് വളരെ മോശമാണ്. എന്താ അഭിപ്രായം? പൊതുയിടം, ആ പൊതുയിടത്തിനെ മലിനപ്പെടുത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനുഷ്യന്മാർ തന്നെയാണ് പ്രകൃതിക്ക് ഇങ്ങനെ മോശമായ രീതിയിലുള്ള ഒരു പെരുമാറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ നമ്മൾ ശക്തമായി പ്രതികരിക്കണം, ശക്തമായി. അനിരുദ്ധൻ മാഷിന് ഇതിനെന്താ പറയാനുള്ളത്? ഞാൻ ക്ലസ്റ്ററിൽ ഈ കാര്യം അവതരിപ്പിക്കാം. ആഗോള തരത്തിലൊരു ചർച്ച നമുക്ക് ഇതിൽ ഏർപ്പാടാക്കാം. വളരെ മോശമായിട്ടോ, എത്രയോ തരത്തിലുള്ള രോഗങ്ങളൊക്കെ കൂടെ വരും. പുതിയ PA ചിക്കുട്ടൻ റിയലി ഗുഡ്, നന്നായി പിടിച്ചു തരും കോടയൊക്കെ, കുഴപ്പമില്ല. ചിക്കുട്ട ഞാൻ ഇന്നത്തെ അപ്പോയിന്റ്മെന്റ് തന്നിട്ടുള്ളത് റെഗുലർ സർവീസിന് ഓക്കെ ആണോ? ശരി, അപ്പൊ എന്നാ CV അയക്കി. ഓക്കെ, അപ്പൊ ഞാൻ താഴെ ലിങ്ക് ഇടാം, നിങ്ങൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇറ്റ്സ് ജസ്റ്റ് ഫോർ ഫൺ. ആരും അപ്ലൈ ചെയ്യണ്ട, എൻ്റെ കയ്യിൽ പൈസ ഇല്ല. ഓക്കെ വിൽ ഗോ. ആണ് ശുപ്പൻ ആൾ ഡീസൻ്റാ അല്ല? അതെ. അപ്പൊ നമുക്ക് ഇനി കുറച്ച് താഴെ പോയിട്ട് എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് ചോദിക്കാം കേട്ടോ. നാഗസൈരന്ധ്രി നമ്മുടെ ഇതിലത്തെ നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? നിന്നെ 4 പേര് അറിയുമുള്ള നാട്. നീ എന്തിനാണ് ജീവിക്കുന്നത്? പോയി മരിക്കടാ. സമൂഹത്തിൽ നിന്നെ അറിയപ്പെടുന്നുണ്ടോ? അത് ഡ്രൈവർമാർക്കൊക്കെ സ്പോൺസർ ആരെങ്കിലൊക്കെ.
നമുക്ക് ചെറുതായിട്ട് തെറ്റിപ്പോയി. അവിടെ അതാണ് ആവശ്യം. അങ്ങോട്ട് ഇതാണ് ഇങ്ങടല്ലേ കോട. അപ്പൊ എനിക്ക് തെറ്റിയിട്ടില്ലേ കണ്ടോ? ഇതാണ് നമ്മുടെ ഐശ്വമ്മ. ഇവിടെ വന്ന എല്ലാവർക്കും കുട കൊടുക്കില്ലല്ലോ? കൊടുക്കുവോ? എല്ലാവർക്കും ഒരു കുട ഉള്ളു തോന്നുന്നു അല്ലേ? 3 കുട ഉണ്ട് കേട്ടോ, 3 കുട. അപ്പൊ നിങ്ങക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങക്ക് കുട കിട്ടും. കൊടുക്കൂലേ? അപ്പോഴും കൊടുക്കും. പിന്നെ അവിടെ കോട്ട് വാങ്ങിച്ചു വെച്ചാൽ ചിലര് വേറെ ഭാഗത്തേക്ക് പോകണം പറയുമ്പോൾ അത് വാങ്ങിട്ട് പോകും. അവിടേക്ക് മാത്രം ചെറിയ മഴയ്ക്കാണെങ്കിൽ കൊടുത്തിട്ട് അയച്ചു കൊടുക്കും. നൈസ് നൈസ് നൈസ്. അപ്പൊ ഐശ്വമ്മയുടെ കട സപ്പോർട്ട് ചെയ്യാം. ഇങ്ങടെ അവിടെ വെച്ചിട്ടുണ്ടല്ലേ? ഇങ്ങടെ തന്നെ അതും അല്ല, അത് വേറെ ആളുടെ. ഓക്കെ ഓക്കെ. നല്ല മാങ്ങ ജ്യൂസ്, നല്ല റാവുത്തർ ബിരിയാണി ഉണ്ടാവും. എവിടെ? ഇവിടെ സീസണായ ഞായറാഴ്ച ശനിയാഴ്ച എപ്പോഴും വെക്കും. ഓക്കെ. പിന്നെ ബുക്കിംഗ് ചെയ്തിട്ട് വരുന്നവർക്ക് വെച്ച് വെക്കും. ഓ ശരി. അപ്പൊ വേണമെങ്കിൽ ഇതൊരു നൂൺ സ്പോട്ട് ആക്കിയിട്ട് എടുക്കാം നിങ്ങക്ക്. അപ്പൊ ഓക്കെ. ആ ഒരു ബായ് പറഞ്ഞോളൂ എന്തായാലും ആയില്ലേ. ഓക്കെ. ഞങ്ങൾ ഈ സ്ഥലത്തോട് വിട പറയുന്നു. എനിവേസ് ഈ ഒരു കുറെ മാവിന്റെ ഇടയിലാണ് പാർക്കിംഗ്. സീതാർകുണ്ട് ഇവിടെ വന്ന ഒരു വാട്ടർഫോളിന്റെ സ്ഥലത്തൊക്കെ വന്നവർക്ക് അറിയാം. അപ്പോൾ ഇതിനെ വെച്ച് നോക്കുമ്പോൾ, നമ്മുടെ ഇപ്പോഴത്തെ ഒരു ചൂടിനെ വെച്ച് നോക്കുമ്പോൾ ഒരു നല്ല റിലാക്സേഷനാണ് ഈ ഒരു മാവിന്റെ ഇടയിൽ വന്നിരിക്കുന്നത് തന്നെ ചുമ്മാ. സോ ആ ഒരു കാര്യത്തിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് റിയലി വർത്ത്. സോ എന്താ പറയണേ, അതൊരു നല്ല വൈബായിരിക്കും. പക്ഷേ വെള്ളച്ചാട്ടമൊന്നും ഇപ്പം ഇല്ല എന്നുള്ളതാണ്. അൽബിയേട്ടൻ എന്നാ നീ പറഞ്ഞോ, നീ എന്തായാലും പോവാൻ നിൽക്കില്ല. അൽബിയേട്ടൻ തൃശ്ശൂർ, മനസ്സിലാത്ത പട്ടാമ്പി. അഞ്ജന, ഷി ഹാസ് 2 അഡ്രസ്സസ്, ഷൊർണൂർ ആൻഡ് ഒറ്റപ്പാലം. അപ്പൊ അവര് പോവാൻ നിൽക്കുകയാണ്, നമ്മളും പോവാൻ നിൽക്കുകയാണ്. അപ്പൊ ഇത് തൽക്കാലം ഇവിടെ എൻഡ് ചെയ്യാണ്. നമുക്ക് എന്താ പറയാ, അവിടെ നിന്ന് പരിചയപ്പെടുത്താൻ പറ്റിയില്ല. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടുത്തെ ആൾക്കാരെ, നമുക്ക് അഞ്ചലാത്തെ നമ്മൾ പരിചയപ്പെട്ടു വെച്ചാൽ തൃക്കങ്ങോട് നമ്മുടെ വീഡിയോസിലൊക്കെ ഉള്ള PDIന്റെ ഒക്കെ വീഡിയോയിൽ നോക്കിയാൽ കാണാൻ പറ്റും. ചിക്കുട്ടൻ ഓർ സ്നേഹ എന്നാണ് മൂപ്പത്തിയുടെ പേര്. നല്ല പ്രായമുള്ള ആളാണ്. ചിക്കുട്ടൻ പിന്നെ എന്താ വെച്ചാൽ പുള്ളി ഉണ്ട്, അത് കാണിക്കടാ. അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ഒരു ഐഡന്റിഫിക്കേഷൻ മാർക്ക് ഉള്ളത്. അതെ, അതാണ് അതിന്റെ ഒരു സംഭവം. പിന്നെ ഒരു വട്ടം പറഞ്ഞില്ലേ, ഇവള് മറ്റേ നമ്മള് സർപ്രൈസ് കൊടുത്ത വീഡിയോ, അങ്ങനെ വീഡിയോ ഉണ്ടായിരുന്നില്ലേ, അതിലുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനെ അപ്പൊ എന്തായാലും കാണുക, തുറന്നും കാണുക. ആദ്യമായിട്ട് കാണിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് സ്റ്റൈലാണ്. തികച്ചും വെറൈറ്റി ആയിട്ടുള്ള കണ്ടന്റ് നിങ്ങളുടെ ഇടയിലേക്ക് ഇറക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു എയിം എന്നുള്ളത്. അപ്പൊ അവര് പോവാൻ നിൽക്കുകയാണ്. അവര് നമ്മളെ കണ്ടിട്ടില്ല. ഓക്കെ ബൈ.